അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവെ, കോട്ടപ്പുറം രൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ റോക്കി അച്ഛ, ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആന്റണി അച്ഛ, ബഹുമാനപ്പെട്ട കൊച്ചച്ച, ബെന്നി സാറെ, മുനമ്പം നിവാസികളെ, തലശ്ശേരി അതിരൂപതയിൽ നിന്ന് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് പൂവത്തോലച്ച, ബഹുമാനപ്പെട്ട ബെന്നി പുത്തനടയച്ച, ബഹുമാനപ്പെട്ട അഖിൽ മുക്കിഴിയച്ച, സുവിനച്ച, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഒരു വാക്ക് നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. അഭിമന്യ പിതാവ് വരുമെന്ന് കേട്ട് ഇവിടെ കാത്തുനിന്ന എല്ലാവർക്കും, അതുപോലെ അഭിമന്യ പിതാവിൻ്റെ കൂടെ തലശ്ശേരിയിൽ നിന്ന് വന്ന KCYM-ന്റെയും AKCC-യുടെയും കത്തോലിക്ക കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും വളരെ ഊഷ്മളമായ ഹൃദ്യമായ സ്വാഗതമറിയ ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛൻ തുടങ്ങി ഇവിടെയുള്ള എല്ലാവർക്കും ഞങ്ങൾ ഹൃദ്യമായി നന്ദി പറയുകയാണ്. അഭിമന്യ പിതാവ് വളരെയേറെ തിരക്കുള്ള സമയത്തും മുനമ്പത്ത് വന്ന് അവരെ കണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം, അതിനുവേണ്ട കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. അവരെല്ലാവരും വലിയ സന്തോഷത്തോടെ ഇവിടെ വന്നു. ഈ വിഷയം ഇത്രമാത്രം വിജയത്തിലേക്ക് എത്തിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചത് ഒക്കെ കാരണം ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ സംയോജിതവും ആത്മാർത്ഥവുമായ ഇടപെടലിലൂടെയാണ് എന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാൻ അതുകൊണ്ട് അഭിമന്യ പിതാവിന്റെ പേരിൽ കൂടി നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ്സുകാര് ഈ സമരപന്തൽ ഇവിടെ ഉയരുന്നതിന് മുമ്പ് ഈ മുനമ്പ പ്രദേശത്ത് വരികയും ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും ബെന്നി സാറും ഉൾപ്പെടെയുള്ള സമരസമിതിയിലെ അംഗങ്ങളെ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചുറമ്പിൽ സാറും ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസൂട്ടി ഒഴികെ സാറ് ഞാനും വന്ന് കണ്ടു. അപ്പോൾ മുതൽ നമ്മുടെ ഗുഡ്നെസ് TV ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവര് ഈ പ്രോഗ്രാമൊക്കെ അന്നേരം തന്നെ ടെലികാസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ഷെക്കേന TV ഉണ്ടായിരുന്നു. News 18 TV ആദ്യം മുതലേ ഈ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചു. പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിലെ മറ്റ് മാധ്യമങ്ങളും ചാനലുകാരും കൃത്യമായി ഇത് ഏറ്റെടുത്തു. അത് ഞാൻ എല്ലാ ചാനലുകാരെയും ഓർക്കുകയാണ്. ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ ചാനലിൽ നിന്ന് എന്നെയും വിളിക്കുമായിരുന്നു ചർച്ചയ്ക്ക് വേണ്ടി. പ്രൈം ഡിബേറ്റ്, News 18-ലെ പ്രൈം ഡിബേറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ എന്നെ വിളിച്ചു. അതുപോലെ ഇന്നലെ മാതൃഭൂമിയുടെ ചർച്ചയിൽ എന്നെ വിളിച്ചത് ബഹുമാനപ്പെട്ട അഭിലാഷ് സാറ് വിളിച്ച് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ചർച്ചയിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ പൊതുജനത്തോട് പറയാൻ സാധിച്ചു. പക്ഷെ ഇന്നലത്തെ ചർച്ചയില് ബഹുമാനപ്പെട്ട അഭിലാഷ് സാറ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിൽ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഭാഗത്ത് നിന്ന് ആളുകള് പരസ്പരം ബഹളം വെച്ച് ഈ പറയുന്ന കാര്യം കേൾക്കാൻ പറ്റാത്ത വിധത്തിലാക്കി കളഞ്ഞു. ദൈവം അനുഗ്രഹിച്ച് ഇവരുടെ ബഹളം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് മുനമ്പം കാര്യത്തെ കുറിച്ച് പറയാൻ എനിക്ക് 2-3 മിനിറ്റ് കിട്ടി ഭാഗ്യത്തിന്. അന്നേരം കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റി. ഇത് ഒരു ലക്ഷണമാണ്. ഈ സമൂഹത്തിലെ സാധാരണക്കാരന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ സമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ വരുമ്പോൾ അത് കേൾക്കാൻ പറ്റാത്ത വിധത്തിലാക്കി കളയുവാൻ ഇവിടെ കാലാകാലങ്ങളായി ചില തൽപര കക്ഷികൾ പ്രവർത്തിക്കുന്നതിൽ ഉത്തമ ഉദാഹരണമാണിത്. അത് ഇനി മുതൽ നടക്കുകയില്ല. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകര് നമ്മുടെ കൂടെ സഹകരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായി പൊതുജനത്തിന് മുമ്പാകെയും ഗവൺമെന്റുകൾക്ക് മുമ്പാകെയും അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. അതിന് ഞാൻ ഒരിക്കൽ കൂടി മാധ്യമപ്രവർത്തകർക്ക് നന്ദി പറയുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല, കാരണം ഞാൻ പലതവണ ഇവിടെ വന്ന് പ്രസംഗിച്ചതാണ്. അത് മാത്രവുമല്ല, അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാൻ ഞങ്ങൾക്ക് ആർക്കുമില്ല. അഭിമന്യ പിതാവിന്റെ ശക്തമായ വാക്കുകള് കേൾക്കേണ്ടയിടത്ത് എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതനുസരിച്ച് മുനമ്പം ജനങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ ഒത്തുതീർപ്പുകളോ സന്ധികളോ ഒന്നല്ല ഞങ്ങൾക്ക് ആവശ്യം. ഈ മുനമ്പൻ ജനതയുടെ സ്വന്തം സ്വത്ത് അത് അവരുടേത് മാത്രമാണെന്ന് അസന്നിഗ്ധമായിട്ട് കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നത് വരെ ഈ മുനമ്പൻ ജനതയെ ഇവിടെ സമരം നടത്തും. ഞങ്ങളെല്ലാവരും കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും. മുനമ്പൻ ജനതയ്ക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.